നമസ്തേ, എല്ലാവർക്കും astrology.gp സ്വാഗതം. നമുക്ക് എന്നൊരു സംഖ്യയെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ അർത്ഥത്തിലും സംഖ്യയിലെ ഏറ്റവും ആദ്യത്തെ ഒരു സംഖ്യയാണ് 1. ആ 1 എന്നുള്ള സംഖ്യ ആരെയാണ് പ്രതിദാനം ചെയ്യുന്നത്, ഏത് ഗ്രഹത്തെയാണ് പ്രതിദാനം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് സൂര്യനെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രപഞ്ചത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് തന്നെ സൂര്യനിൽ നിന്നാണ്. നമ്മുടെ എല്ലാവരുടെയും ഡെവലപ്മെൻറ്റ്സും സൂര്യനിൽ നിന്നാണ്. അപ്പോൾ സൂര്യൻ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഖ്യയാണ് 1. ആ 1 ഡേറ്റ് വരുന്നവർ, അല്ലെങ്കിൽ 10 ഡേറ്റ് വരുന്നവർ, അല്ലെങ്കിൽ 19, അല്ലെങ്കിൽ 28. അപ്പോൾ 1, 10, 19, 28 ഈ സംഖ്യകളിൽ ജനിച്ചവർക്കെല്ലാം തന്നെ 1ൻ്റെ സ്വഭാവ സവിശേഷതകൾ കാണാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 1 അത് സൂര്യനാണ് ഡെവലപ്മെൻറ്റ്സിൻ്റെ ആൾ. അപ്പോൾ 1 എന്നുള്ളൊരു സംഖ്യ, അല്ലെങ്കിൽ 10, അല്ലെങ്കിൽ 19, അല്ലെങ്കിൽ 28, ഇവർക്കെല്ലാം തന്നെ അവരവരുടെ കർമ്മമേഖലയിൽ ഒന്നാമതെത്താനുള്ള ഒരു വ്യഗ്രത, അല്ലെങ്കിൽ ആ ഒരു ദൃഢനിശ്ചയം അവർക്കെല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് ആർക്ക് എന്ന് ചോദിച്ചാൽ, 1ൻ്റെ പവർഫുൾ മന്തായ മാർച്ച് ടു ഏപ്രിൽ, അല്ലെങ്കിൽ ജൂലൈ ടു ഓഗസ്റ്റ്, ഈ മാസങ്ങളിൽ ജനിച്ചവർക്കാണ് അതിൻ്റെ ഗുണഫലങ്ങൾ കൂടിയിരിക്കുക എന്നുള്ളതാണ്. അല്ലാത്തവർക്ക് ഗുണഫലങ്ങൾ കുറച്ച് കുറഞ്ഞിരിക്കും എന്നുള്ളത് കാണാം. അപ്പോൾ എന്താണ് ഇവരുടെ ഒരു സ്വഭാവ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ, ഒരു പ്രതിസന്ധികളിലും ഒരു തളരില്ല, തോറ്റതായിട്ടും സമ്മതിക്കില്ല. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവർ വളരെ യുക്തിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഫീൽ വെച്ചുകൊണ്ടൊന്നും ഇവർ സംസാരിക്കാറില്ല. യുക്തിക്കാണ് ഇവരെന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ജീവിതത്തിൽ പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്കൊരു പ്രത്യേക താല്പര്യവുമുണ്ട്. അതവർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഏത് രംഗത്തായാലും, അവരവരുടെ കർമ്മമേഖല ഏത് രംഗത്തായാലും, ഇവർക്ക് കർമ്മമേഖലയാണ് ഏറ്റവും ഉത്തമമായിട്ട് കാണാൻ കഴിയുക. ആ കർമ്മമേഖല ഏത് രംഗത്തായാലും അവർ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചേരും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മാസങ്ങളിൽ ജനിച്ചവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാകുമെന്നുള്ളത് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഇവരോട് വേറൊരു സവിശേഷതയായി പറയാനുള്ള, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ്. ഒരു കാരണവശാലും ആ തീരുമാനത്തിൽ നിന്നവർ വിട്ടുമാറുകയില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1ൻ്റെ ഒരു സവിശേഷത, ഈ കാലഘട്ടത്തിൽ ജനിച്ചവർ മാർച്ച്, ഏപ്രിൽ, ജൂലൈ, ഓഗസ്റ്റ്, ഈ കാലഘട്ടത്തിൽ ജനിച്ചവർ ഗുണഫലങ്ങൾ ഏറിയിരിക്കുകയും ചെയ്യും. അവർ ഉന്നത സ്ഥാനങ്ങളിൽ, അവരവരുടെ കർമ്മമേഖലകൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തും. അല്ലാത്തവർക്ക് ഗുണഫലങ്ങൾ കുറഞ്ഞിരിക്കും. ചിലരുടെ സൂര്യനൊക്കെ നീചരാശിയായ തുലാം രാശിയിലൊക്കെ ആയിപ്പെട്ടാൽ അത് ചില ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാകും. അതുകൊണ്ട് സൂര്യൻ്റെ ഗുണഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നവർ, ദോഷങ്ങൾ കൂടിയിരിക്കുന്നവർ എന്നും കിഴക്കോട്ടേക്ക് നോക്കി ആദിത്യ ഭഗവാനെ വണങ്ങുന്നത് വളരെ നന്നായിരിക്കും. ശിവസ്തോത്രം ചൊല്ലുന്നത് നന്നായിരിക്കും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെ നന്നായിരിക്കും. 1ൻ്റെ ഇനിയും കൂടുതൽ വിവരങ്ങളുമായി അടുത്ത ലക്കത്തിൽ. നമസ്തേ.